നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കുട്ടികളുടെ അലർജി രോഗങ്ങളും ഹോമിയോപ്പതി ചികിത്സയും എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ച ചെയ്യാനായി നമ്മോടൊപ്പം ഉള്ളത് ഇടുക്കിയിലെ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ ബിന്ദു ജോൺ പുൽപ്പറമ്പിലാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഏതൊരു കാര്യം എടുത്താലും കുട്ടികളുടെ ഏതൊരു സ്കിൻ അലർജി എപ്പോഴും അമ്മമാർ പറയാറുണ്ട്, കുട്ടി ഇപ്പോൾ പുറത്തുപോയി കളിച്ചാലോ എന്തെങ്കിലും സാധനത്തിൽ ചവിട്ടിയാലോ മണ്ണിൽ ചവിട്ടിയാലോ അല്ലെങ്കിൽ ഒരു പൊടി എടുത്താലോ അല്ലെങ്കിൽ ഒന്ന് മഴ നനഞ്ഞാലോ അല്ലെങ്കിൽ തലയിൽ കൂടി വെറുതെ ഒന്ന് കുളിക്കുമ്പോൾ പോലും തലയിൽ ആ കുട്ടി ഒന്ന് വെള്ളത്തിൽ കളിക്കുമ്പോൾ പോലും തലയിലൊന്ന് വെള്ളം വീണാലോ എപ്പോഴും ഈ അലർജിയുടെ പ്രശ്നങ്ങൾ കുട്ടികളിൽ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് എന്ന് പലപ്പോഴും അമ്മമാർ പരാതി പറയാറുണ്ട്. അതിലേതെങ്കിലും അർത്ഥമുണ്ട് യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണുന്നതിൽ? ഇപ്പോൾ അലർജി എന്ന് പറയുന്നത് സർവ്വവ്യാപകമായിട്ട് വന്നിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. ഇപ്പം അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾ അടിക്കടി ജലദോഷം, പനി, വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, വലിവ്, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ. അതായത് ചെറിയൊരു കാര്യം മതി, ഒന്നുകിൽ കാലാവസ്ഥയിലൊരു മാറ്റം വന്നാൽ അല്ലെങ്കിൽ മഴ നനഞ്ഞാൽ വെള്ളത്തിൽ കളിച്ചാൽ, അപ്പോൾ ഇത് പലപ്പോഴും ഒരു ജലദോഷപ്പനിയായിട്ടോ ഒരു കഫക്കെട്ടായിട്ടോ ഒക്കെ വിട്ട് കളയാറാണ് പതിവ്. പക്ഷേ ഇപ്പം നമുക്ക് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അലർജിയുടെ വ്യാപ്തി വളരെ കൂടിയിരിക്കുകയാണ്. ഏകദേശം 6 കുട്ടികളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് അലർജി എന്ന് പറയുന്ന ഒരുപാട് ലക്ഷണങ്ങളുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ ഓരോ കുട്ടിയിലും ഉണ്ട്. അത് ഈ 6ൽ 1 എന്നുള്ളത് ഒരു വളരെ നമുക്കിപ്പം പരിചയപ്പെടുമ്പോൾ ഒരു ക്ലാസ് റൂമിൽ തന്നെ ഇപ്പോൾ ഒരു 60 കുട്ടികളുണ്ടെങ്കിൽ ഏകദേശം 10 പേർക്ക് അലർജി ഉള്ള കുട്ടിയാണെന്ന് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ അതിലുള്ള പ്രസക്തി നമ്മൾ സമയത്തിന് അത് ഫലപ്രദമായിട്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ കണ്ടുപിടിച്ചില്ലെങ്കിൽ, അലർജിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇത് അടുത്ത തലത്തിലേക്ക് പോവുകയാണ് പതിവ്. ഇപ്പം ഒരു ജലദോഷപ്പനിയായിട്ട് തള്ളിക്കളയുക അല്ലെങ്കിൽ അപ്പോൾ ഉള്ള അസുഖത്തിന് മാത്രം ചികിത്സ തേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അലർജി എന്നുള്ളൊരു അവസ്ഥ ചികിത്സിച്ച് ഭേദപ്പെടാതെ അവിടെ നിൽക്കുകയും അതുകൊണ്ടുണ്ടാകുന്ന മറ്റ് ബുദ്ധിമുട്ടുകൾ കുട്ടിയുടെ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഒരു നിത്യവ്യാപിയായിട്ട് നിൽക്കുകയും. തീർച്ചയായിട്ടും കുട്ടികളുടെ ഈ അലർജി എടുക്കുമ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് മൾട്ടിപ്പിൾ കാര്യങ്ങൾക്ക് അലർജി ഉണ്ടായതായിട്ട് കാണാം. ഇപ്പോൾ വെള്ളത്തിൽ ചെറിയൊരു തണുപ്പടിച്ചാൽ മതി, പിറ്റേന്ന് രാവിലെ തുമ്മലും ജലദോഷവും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ രാത്രി തന്നെ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോകത്തക്ക തരത്തിലേക്ക് ജലദോഷവും തുമ്മലും ഒക്കെ ആയിട്ട് ചിലപ്പോൾ മാറാറുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ജസ്റ്റ് ഒന്ന് മണ്ണിലേക്ക് ഇറങ്ങിയാൽ തന്നെയും കാല് ചുമന്ന് തടിച്ച് വരികയും 2-3 ദിവസം കഴിയുമ്പോൾ ഒരു ഇൻഫെക്ഷൻ പോലെ വന്ന് ചെറിയ ചൊറിച്ചിലോടുകൂടി അത് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൾട്ടിപ്പിൾ അലർജീസ് കുട്ടികളുടെ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിരോധ സംവിധാനവുമായിട്ട് ബന്ധമുണ്ടോ? അതെ, അവരുടെ ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു പ്രകൃതം കൊണ്ടാണ് ഈ അലർജി എന്നുള്ളൊരു അവസ്ഥ വരുന്നത്. അലർജി എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പുറമേ നിന്നുള്ള ഒരു പദാർത്ഥം ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ ശരീരം കാണിക്കുന്ന അമിതമായ ഒരു പ്രതികരണം, അതിനെയാണ് ശരിക്കും അലർജി എന്നുള്ള ഒരു അവസ്ഥാവിശേഷത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പുറമേ നിന്ന് അത് പൊടിയാകാം, പുകയാകാം, പൂമ്പൊടിയാകാം, അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിലെ ഇപ്പം നമുക്കറിയാം പൊല്യൂഷൻ കാരണം, അല്ലെങ്കിൽ ഇപ്പം എക്സോസ്റ്റ് ആവാം, ഒന്നുമല്ല ചിലപ്പോൾ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സ് മൂലമാകാം, അല്ലെങ്കിൽ ഒരു റൂമിൽ അധികം യൂസ് ചെയ്യാത്തൊരു റൂമിൽ കയറിയാൽ അവിടെയുള്ള കേർട്ടൻസ് അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ കാർപ്പറ്റ്, വീട്ടിനകത്തുള്ള ഇൻഡോർ പ്ലാന്റ്സ്, ഇതിൻ്റെയൊക്കെ ഒരു എക്സ്പോഷർ, അല്ലെങ്കിൽ കുട്ടി എവിടെ നിന്ന് കളിച്ചാലും ഈ അലർജി ഉള്ള കുട്ടിക്ക് സിംറ്റംസ് വരാം. അപ്പോൾ അത് ഒരു വളരെ വൈകിയായിരിക്കും പലപ്പോഴും അത് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നത്. അതുവരേക്കും ഇതൊരു സാധാരണ ഒരു ഇൻഫെക്ഷൻ, ഒരു കോമൺ കോൾഡ് അല്ലെങ്കിൽ ഒരു കോമൺ കോഫ് എന്നുള്ളൊരു രീതിയിൽ ചികിത്സിച്ച് വീണ്ടും റിപ്പീറ്റഡ്ലി അതിനുള്ള മരുന്ന് കൊടുക്കുക, ഇതാണ് സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു റെക്കറൻ്റ് ആയിട്ട് ഒരേ കാര്യം സംഭവിച്ചുകൊണ്ടിരുന്നാൽ അതിനൊരു ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ ആ ചികിത്സയ്ക്ക് ഫലപ്രദമായ ഒരു റിസൾട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഫലപ്രദമായ റിസൾട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ അവസ്ഥയും മാറണം, വീണ്ടും ആ അവസ്ഥ ഉടനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം പൂർണ്ണമായി വന്നിട്ടില്ല എന്ന് വേണം അതിനെ വിശേഷിപ്പിക്കാൻ. തീർച്ചയായിട്ടും ഈ പലപ്പോഴും കുട്ടികളുടെ അലർജി രോഗങ്ങൾ ഏതെങ്കിലും ഈ അമ്മമാർ അല്ലെങ്കിൽ പേരൻസിൻ്റെ കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടിക്ക് എക്സ്ട്രാ കെയർ ആണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ പുറത്ത് മണ്ണിൽ ചവിട്ടിക്കഴിഞ്ഞാൽ ചൊറി അല്ലെങ്കിൽ കാല് തടിക്കുമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ കുട്ടിയെ മണ്ണിലേക്ക് വിടാതിരിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ വെള്ളം ഒന്ന് തലയിൽ വീണ് അല്ലെങ്കിൽ മഴയത്ത് എന്തെങ്കിലും രീതിയിൽ നനയോ അല്ലെങ്കിൽ വെള്ളത്തിൽ കളിക്കുമ്പോഴൊക്കെ ജലദോഷം
ജലദോഷം വരുന്ന കുട്ടിയാണെങ്കിൽ ഈ കുട്ടിക്ക് യാതൊരുവിധ കാരണവശാലും വെള്ളത്തിൻ്റെ ഒരു എക്സ്പോഷർ ഉണ്ടാകാതെ തന്നെ പലപ്പോഴും പേരൻസ് നോക്കും. അതുപോലെ തന്നെ കുളിപ്പിക്കുമ്പോൾ തന്നെ തല കുളിപ്പിക്കാതെ ദിവസങ്ങൾ ആഴ്ചകളോളം അത്തരത്തിൽ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിൽ യഥാർത്ഥത്തിൽ അർത്ഥമുണ്ടോ? അതൊരു നല്ലൊരു ചോദ്യമാണ്. കാരണം അലർജിയുടെ ഒരു തിയറി അനുസരിച്ച് പറയുന്നത് ഇങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അമിതമായ പ്രതികരണമാണ് അലർജി എന്നുള്ളത് അവിടെ നിലനിൽക്കെ തന്നെ തീർത്തും ഒന്നിനോടും എക്സ്പോസ്ഡ് ആക്കിയിട്ടില്ലെങ്കിൽ ബോഡിയുടെ ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, അവർക്ക് പ്രയോജനപരമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് ഈ മഴ നനയ്ക്കാതെ വളർത്തുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ പൊടി എക്സ്പോസ്ഡ് ആക്കാതെ, അല്ലെങ്കിൽ ഫ്ലാറ്റ് അല്ലെങ്കിൽ മുറിക്കകത്ത് തന്നെ കളിക്കാൻ പെർമിഷൻ കൊടുത്തുകൊണ്ട് അത് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു തനതായ ഒരു ഇമ്മ്യൂണിറ്റി വളർത്തിയെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ അലർജിക് സംബന്ധമായിട്ട് രോഗങ്ങൾ വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് ഇപ്പം പറയുന്നത് നമ്മൾ കഴിയുന്നതും എക്സ്പോസ്ഡ് ആക്കുക, തീർത്തും റെസ്ട്രിക്റ്റ് ചെയ്യരുത്. പക്ഷേ നമ്മൾ അടിക്കടി എക്സ്പോഷർ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ഒരു അവസ്ഥയിലേക്ക് പോയാൽ അത് നോട്ട് ചെയ്ത് ആ ഒരു സമയം അതുണ്ടാക്കുന്ന സിംറ്റംസ് നമ്മൾ അതിനെ നിയന്ത്രിച്ച് കഴിഞ്ഞാൽ മാത്രമേ റീ എക്സ്പോഷർ ചെയ്യാൻ പാടുള്ളൂ. കുട്ടികൾ വളരെ കോമൺ ആയിട്ട് സാധാരണഗതിയിൽ കാണുന്ന അലർജിക് രോഗങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്താണ്? അത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ തന്നെയാണോ, അല്ലെങ്കിൽ ചുമയും ജലദോഷവും തന്നെയാണോ? ഈ അലർജിക്ക് പല മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്. അത് നമുക്കൊരു കണ്ണിനെയാണ് ബാധിക്കുന്നതെങ്കിൽ ഇപ്പോൾ അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ്, അത് മൂക്കിനെയാണ് ബാധിക്കുന്നതെങ്കിൽ അലർജിക് റൈനൈറ്റിസ്, ശ്വാസകോശത്തെ ആണെങ്കിൽ ബ്രോങ്കിയൽ ആസ്മ, സ്കിന്നിലാണെങ്കിൽ ഇപ്പോൾ എക്സീമ അല്ലെങ്കിൽ അർട്ടിക്കേറിയ, ഇപ്പം തടിച്ചു പൊങ്ങി വരുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ അതിനേക്കാട്ടിലും വളരെ ഗുരുതരമായിട്ടുള്ള ഫുഡ് അലർജീസ്. ഇതൊന്നും അല്ലാതെ അലർജിയുടെ ഏറ്റവും ഗൗരവമായിട്ടുള്ളൊരു സ്വഭാവമാണ് അനാഫ്ലാക്സിസ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മളുടെ ശരീരത്തിൻ്റെ പ്രതിപ്രവർത്തനം മൂലം രക്തസമ്മർദ്ദം കുറയുക, അല്ലെങ്കിൽ ശരീരത്തിന് പെട്ടെന്ന് ആന്തരിക അവയവങ്ങൾക്ക് പ്രശ്നമുണ്ടാവുക, അങ്ങനെ മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഈ അലർജിയുടെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന മാനിഫെസ്റ്റേഷൻ ശരിക്കും അലർജിക് റൈനൈറ്റിസ് നമുക്കിപ്പം കൂടി വരികയാണ്. പ്രോബബ്ലി ഇപ്പം ഈ എൻവയറമെൻ്റൽ പൊല്യൂഷനും നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറി വരുന്നത് കൊണ്ടും പിന്നെ കുട്ടികളുടെ തനതായ പ്രതികരണ ശക്തി ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ടും ഒക്കെ ഇപ്പം തുമ്മൽ അല്ലെങ്കിൽ അലർജിക് റൈനൈറ്റിസ് എന്നുള്ളൊരു അവസ്ഥ കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൽ കണക്കുകൾ കാണിക്കുന്നത് ഏകദേശം 30% കുട്ടികൾക്ക് ഈ അലർജിക് തുമ്മൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ അലർജിക് തുമ്മലുള്ള കുട്ടികൾക്ക് തന്നെയും അലർജിക് ആസ്മ വരാനുള്ള സാധ്യത ഒരു 80%. കാരണം ആസ്മ സമയത്ത് അലർജിക് തുമ്മൽ കൃത്യമായ സമയത്ത് ഐഡൻറ്റിഫൈ ചെയ്ത് ചികിത്സിച്ച് ഭേദമാക്കിയില്ല എങ്കിൽ അതിൻ്റെ കുറച്ചും കൂടെ അടുത്ത തലത്തിലേക്ക് പോകാറുണ്ട്. മാഡം, ഈ കുട്ടിയിലെ അലർജി രോഗങ്ങൾ പലപ്പോഴും ഒരു മരണത്തിലേക്ക് വക്കിലേക്ക് എത്തക്കത്ത രീതിയിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഉണ്ടാകാറുണ്ട്. വളരെ സീരിയസ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ അനാഫ്ലാക്സിസ് എന്നുള്ളൊരു റിയാക്ഷൻ സംഭവിക്കുന്നത് പലപ്പോഴും ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തിക്കാറുണ്ട്. അപ്പം നമ്മൾ ഈ ഫുഡ് അലർജീസ് അതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഇപ്പം എന്തെങ്കിലും ഇൻസെക്ട് സ്റ്റിങ്ങോ എന്തെങ്കിലും പ്രാണികൾ കുത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലാണ് സാധാരണ ഇങ്ങനെ വളരെ ഗുരുതരമായിട്ടുള്ള ബുദ്ധിമുട്ട് വരിക. പക്ഷേ നമ്മൾ കാണാറുണ്ട് വളരെ ചെറിയ ശതമാനം ആളുകളിൽ അലർജി ടെൻഡൻസി ഉള്ളവരിൽ പ്രോട്ടീൻസ് കൂടുതലുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അവർക്കും വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം വന്നേക്കാം. അത് മരണം വരെയും മരണത്തിൽ കലാശിച്ചേക്കാം. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് ഈ അലർജിയെ നിസാരമായിട്ട് തള്ളിക്കളയാൻ പാടില്ല എന്ന് പറയുന്നത്. കാരണം ഇത് ഒരു വ്യക്തിക്ക് അലർജിക് പ്രശ്നമുണ്ട് എങ്കിൽ അതിൽ ഏതാണ് വരിക എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം തുമ്മൽ മാത്രമുള്ള ഒരു വ്യക്തിക്കായിരിക്കും പെട്ടെന്നൊരു ദിവസം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന അലർജിക് റിയാക്ഷൻ വരിക. അല്ലെങ്കിൽ ഇപ്പോൾ കരപ്പൻ ആയിട്ടുള്ള ഒരു വ്യക്തി, ആ ആൾക്ക് ഒരിക്കലും ഒരു ശ്വാസം മുട്ടൽ വരാൻ സാധ്യതയുണ്ട് എന്ന് ആക്കാനായിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് ഒരു ഫാമിലി ഹിസ്റ്ററി അലർജി ഉണ്ട്, ഫസ്റ്റ് ഡിഗ്രി, ഇപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ ഈവൻ മുത്തശ്ശൻ മുത്തശ്ശി അമ്മാവൻ
അങ്ങനെയുള്ള ബന്ധുക്കളിലൊക്കെ അലർജിയുടെ എന്തെങ്കിലുമൊക്കെ ഒരു സിംറ്റം ഉണ്ട് എങ്കിൽ നമ്മൾ ഇക്കാലത്ത് വളരെ കോഷ്യസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിന് കൃത്യമായ ഒരു ചികിത്സാവിധി തേടുകയും ചെയ്യണമെന്നുള്ളതാണ്. കാരണം പലപ്പോഴും നമുക്ക് ഈ ഫുഡിലുള്ള അഡിറ്റീവ്സ്, പ്രിസർവേറ്റീവ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒക്കെ ഉള്ള കണ്ടാമിനേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് യൂസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള മയണീസോ അല്ലെങ്കിൽ സോസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള മുട്ടയുടെ അംശം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ മീറ്റ് പ്രോഡക്ട്സ്, സീ ഫുഡ്, നട്ട്സ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനുദിന ജീവിതത്തിലെ പലപ്പോഴും മറ്റുള്ളവർക്ക് ഉപദ്രവം എന്ന് പ്രശ്നമില്ലാത്ത ആഹാരമായിരിക്കും അലർജി ഉള്ള മനുഷ്യർ. ഏതെങ്കിലും രീതിയിൽ കുട്ടികളുടെ അലർജി രോഗങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള പാരമ്പര്യ ഘടകം ഉണ്ടാകാറുണ്ടോ? ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും അലർജി ഉണ്ടാകാറില്ലേ? കുട്ടിക്കാലത്ത് വളരെ നല്ലൊരു അലർജിക് ഷെഡ്യൂൾ, അല്ലെങ്കിൽ എന്ത് തൊട്ടാലും ഇപ്പോൾ വെള്ളത്തിൽ കളിച്ച് കഴിഞ്ഞാൽ ജലദോഷം വരിക, അത് പനി ബാധിച്ചൊരു ഹോസ്പിറ്റൽ അഡ്മിഷൻ വരുന്ന തരത്തിലേക്ക് ചിലപ്പോൾ പോകും. ഒരു പക്ഷേ അച്ഛനമ്മമാർ പറയാറുണ്ട്, ഞാൻ കുട്ടിയിൽ ഇത്തരത്തിലായിരുന്നു, ഒരു 12 വയസ്സ് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ശരിയായി, പിന്നെ അത് കഴിഞ്ഞ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോയി. ഇപ്പോൾ കുട്ടിക്കും ഇത്തരത്തിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ജനിതക സ്വഭാവം അലർജി രോഗങ്ങൾക്കുണ്ടാകും? ഉണ്ട്, പാരമ്പര്യ സ്വഭാവം തീർച്ചയായിട്ടും ഉണ്ട്. പാരമ്പര്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അച്ഛനോ അമ്മയോ ഇങ്ങനെയുള്ള സിംറ്റംസുമായിട്ട് വരുന്ന കുട്ടികളുടെ പാരമ്പര്യം അച്ഛനോ അമ്മയ്ക്കോ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി എങ്കിൽ, അഥവാ അവർ പറയുകയാണ് അവർക്കത് ആദ്യത്തെ 6 വയസ്സ് വരെ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ 12 വയസ്സ് വരെ ഉണ്ടായിട്ടുള്ളൂ, പിന്നെ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും അടുത്ത തലമുറയാകുമ്പോൾ ആ അസുഖത്തിൻ്റെ രൂപവും സ്വഭാവവും ചിലപ്പം കുറച്ചും കൂടെ ഗൗരവമായിട്ടുള്ളൊരു ഫേസ് ആയിട്ടുണ്ടാകും. പലപ്പോഴും ഈ അലർജിക്ക് ചെറിയ അലർജിക് പ്രശ്നങ്ങൾ പലപ്പോഴും ഇഗ്നോർ ചെയ്യപ്പെടാറുള്ളൂ. ഇപ്പോൾ കുട്ടി ഇപ്പോൾ പുറത്തിറങ്ങി കളിച്ചു, ചെറിയ രീതിയിൽ ചെറിയ തടുപ്പുണ്ടായി, കുട്ടി 2 ദിവസം പുറത്തേക്കൊന്നും വിടാതിരുന്നാൽ തനിയെ അതങ്ങ് സബ്സൈഡ് ചെയ്ത് സാധാരണഗതിയിൽ പോകാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും ഒരു ഡോക്ടറുടെ സേവനം യഥാർത്ഥത്തിൽ ആവശ്യമുണ്ട്. അത് അങ്ങനെ നമ്മളതിനെ കാണേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എപ്പോഴും സംഭവിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അലർജി ചിലപ്പോൾ ആദ്യമേ ഗുരുതരമായിട്ടായിരിക്കില്ല പ്രസൻറ്റ് ചെയ്യുന്നത്, വളരെ ചെറിയ ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ അത് ഒട്ടും ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നേർത്ത ജലദോഷം, അല്ലെങ്കിൽ മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, അല്ലെങ്കിൽ കാലിൽ ഒരു ചൊറിച്ചിൽ പോലെ, അല്ലെങ്കിൽ തടിച്ചു വരിക, അത് അല്പസമയം ഒരു 5 മിനിറ്റിൽ താഴെ കാണുള്ളൂ, അത് മാറുക, അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ ഒരു വിമിഷ്ടം പോലെ വരിക, പിന്നീട് അതങ്ങ് മാറുക. ഇങ്ങനെയുള്ള ഒന്നുകിൽ ഒരു ചികിത്സയും ചെയ്യാതെ തന്നെ മാറുക, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താൽക്കാലിക ചികിത്സയുടെ ഫലമായിട്ട് അത് മാറി നിന്നുകൊണ്ട് പിന്നീട് അത് വരിക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആദ്യം പ്രസൻറ്റ് ചെയ്യുക. അപ്പോഴൊക്കെ റെക്കറൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു തവണ വന്നിട്ട് അടുത്ത തവണ വരുമ്പോൾ അതിൻ്റെ രൂപത്തിന്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഗൗരവമായിട്ടാണ് വരുന്നതെങ്കിൽ അതിനെ പിന്നീട് അത് ഇഗ്നോർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ എന്ത് ആണ് ഇതിന് കാരണമായിട്ടുള്ളതെന്ന് വീട്ടിൽ അമ്മയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വയം പരിശോധിക്കാം. നമുക്ക് കൃത്യമായിട്ട് കോമൺ ആയിട്ട് ഇതിനെ ക്രിയേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ? നമുക്ക് പൊടിയാണോ കാരണം, നമ്മൾ കഴിച്ച ആഹാരം ഇന്ന ഒരു ഭക്ഷണം കൊണ്ടാണോ, അല്ലെങ്കിൽ നമുക്ക് തണുപ്പുള്ളൊരു ദിവസമാണോ, അല്ലെങ്കിൽ നമ്മളൊരു പ്രത്യേക പ്രദേശത്ത് പോയിട്ട് വന്നപ്പോഴാണോ, അല്ലെങ്കിൽ ഉപയോഗിക്കാതെ ഇരുന്ന ഒരു ബുക്ക് എടുത്തപ്പോഴാണോ, അല്ലെങ്കിൽ ഒരു ഷെൽഫ് തുറന്നപ്പോഴാണോ, അല്ലെങ്കിൽ പെറ്റ്സ് ഉള്ള വീട്ടിൽ ചെന്നപ്പോഴാണോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ശരിക്കും പറഞ്ഞാൽ സൂര്യന് താഴെ എന്തും അലർജി ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. ഈവൻ സൂര്യപ്രകാശത്തിന്. ഇപ്പം ശരിക്കും ഈ സമ്മർ സീസണിൽ അത് വളരെ പ്രസക്തമാണ്. കാരണം നമുക്ക് ഭയങ്കരമായിട്ട് ഹീറ്റ് എക്സ്പോഷർ വന്നാൽ, അല്ലെങ്കിൽ ഏകദേശം ഒരു 10 മണിക്ക് ശേഷം ആ വെയിൽ അടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, ഇപ്പം സൺ അലർജി അല്ലെങ്കിൽ സ്കിന്നിൽ സൺ അലർജി ഉണ്ടാക്കുന്ന വ്യക്തികൾക്ക് വളരെ ഗുരുതരമായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടായേക്കാം. പിഗ്മെൻറ്റേഷനും ഇച്ചിങ്ങും പിന്നെ നിറവ്യത്യാസവും ഒക്കെ വന്നേക്കാം. അപ്പോൾ ഇതെല്ലാം അലർജിയുടെ വിവിധ മുഖങ്ങളാണ്. തീർച്ചയായിട്ടും ചികിത്സയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പലപ്പോഴും അലർജി രോഗങ്ങളെ ചികിത്സിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളതായിട്ട് ഡോക്ടർമാരല്ല പേഷ്യൻസ് പലപ്പോഴും പറയാറുണ്ട്. ഈ കുട്ടിക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്നങ്ങ് മാറും, ചിലപ്പോൾ അത് പോവും, അപ്പോഴും തന്നെത്താൻ അങ്ങ് പോവും, വീണ്ടും ഒരിക്കൽ പുറത്തുകൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഇതേ റൊട്ടീൻ വീണ്ടും ആവർത്തിക്കേണ്ടി വരാറുണ്ട്. അതിലേതെങ്കിലും രീതിയിലുള്ള വാസ്തവമുണ്ട് യഥാർത്ഥം? യഥാർത്ഥത്തിൽ അത് വാസ്തവമുണ്ട്. കാരണം അലർജി ഒരു ക്രോണിക് അസുഖമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ജലദോഷമോ ഒരു പനി, ഒരു വൈറൽ ഫീവറോ ട്രീറ്റ് ചെയ്യുന്ന പോലെ 1-2 ദിവസത്തിനകത്തൊരു റിസൾട്ട് പ്രതീക്ഷിച്ച് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ പേഷ്യൻസിൻ്റെ ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് എത്ര വ്യാപ്തിയുള്ള ഒരു അസുഖമാണെന്ന് അവർ മറന്നുപോകും. പലപ്പോഴും ഒരു വ്യക്തി ചികിത്സയ്ക്ക്, ഒരു പ്രോപ്പർ അലർജി ചികിത്സയ്ക്ക് എത്തുന്നത് തന്നെയും അസുഖം ബാധിച്ച് ഒരു 10-15 വർഷം കഴിഞ്ഞിട്ടായിരിക്കാം. ഒരു 35 വയസ്സ്
വയസ്സുള്ള ഒരാൾ, ഒരു ആസ്മ പേഷ്യൻ്റ് നമ്മളുടെ അടുത്ത് വരികയാണെങ്കിൽ കേസ് എടുത്തു കഴിഞ്ഞാൽ ഒരു സ്കൂളിൽ ഒരു 6ാം ക്ലാസ് മുതലേ ബുദ്ധിമുട്ടുണ്ട്, പിന്നെ അത് കാലാക്രമേണ കൂടി വരികയാണ്. അപ്പോൾ ശരിക്കും ആ 6ാം ക്ലാസ് മുതൽ ഈ 35 വയസ്സ് വരെ ഉള്ള ഒരു അവസ്ഥയ്ക്കാണ് ഇപ്പോൾ ചികിത്സ തേടിയെത്തിയിരിക്കുന്നത്. ഒരിക്കലും അത് ഒരാഴ്ച കൊണ്ടോ 1 മാസം കൊണ്ടോ നമുക്കത് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷേ അതിൽ വളരെ നമ്മൾ ചികിത്സിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, പേഷ്യൻറ്റിന് മനസ്സിലാവുന്ന ഒരു കാര്യം, നേരത്തെ അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾ അവർക്ക് കുറഞ്ഞു കിട്ടുന്നുണ്ട് എങ്കിൽ ചികിത്സ ഇഫക്റ്റീവായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അവരുടെ പാരമ്പര്യ ഘടകം വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ഇപ്പോൾ ഒരു പാരൻറ്റിനാണെങ്കിൽ ഒരു ഏകദേശം 40% സാധ്യതയാണ് കുട്ടികളിൽ ആർക്കെങ്കിലും വരാൻ. 2 പാരൻസിന് ഉണ്ടെങ്കിൽ 80% സാധ്യതയും ഉണ്ട്. അപ്പോൾ നമുക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാമിലി ഹിസ്റ്ററിയും അവരുടെ ചെറുപ്പകാലത്ത് അത് ആരംഭിച്ചു, അല്ലെങ്കിൽ അവർക്ക് ഈ അലർജി നിലനിൽക്കാൻ വേണ്ടിയുള്ള ഒരു എൻവയൺമെൻറ്റിലാണ് അവർ ജീവിക്കുന്നത്, അവരുടെ ജീവിത സാഹചര്യം അതിന് അനുകൂലമാണ് എങ്കിൽ ഈ ചികിത്സ ഫലപ്രദമാകാൻ സമയമെടുക്കും പക്ഷെ അങ്ങനെ നമുക്കത് മനസ്സിലാക്കി, അല്ലെങ്കിൽ ചികിത്സയുടെ തുടക്കത്തിൽ തന്നെ പേഷ്യൻറ്റിന് അത് മനസ്സിലാക്കി കൊടുത്താൽ പ്രശ്നമില്ല. തീർച്ചയായിട്ടും പലപ്പോഴും ഈ റെഗുലർ ആയിട്ട് കുട്ടികളെ കൊണ്ട് മരുന്ന് കഴിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഈ ഹോമിയോപ്പതി ചികിത്സയിൽ ഒരു ലോങ് ടേം തെറാപ്പി വേണ്ടി വരുമോ? അത് കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുന്നതിൽ രക്ഷകർത്താർക്ക് അല്ലെങ്കിൽ പേരൻസിന് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്? പേഷ്യൻസിൻ്റെ സൈഡിൽ നിന്ന് ഈ എത്ര കാലത്തേക്ക് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും ബുദ്ധിമുട്ട്. പക്ഷേ അവിടെ അതിനൊരു മറുപടി അവർ തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. ജീവിതകാലം മൊത്തം അലട്ടുന്ന ഒരു പ്രശ്നത്തിനെ നമ്മൾ ടാക്കിൾ ചെയ്യാനായിട്ട് ഒരു മാസമോ അല്ലെങ്കിൽ 5 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ 1.5 വർഷമോ ചിലവാക്കുന്നതിൽ ആ സമയം നഷ്ടപ്പെടുത്തുന്ന എന്ന് ചിന്തിക്കാതെ തന്നെ അത് ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കാരണം ഹെൽത്ത് ബെറ്റർ ആക്കാൻ വേണ്ടി ഒരു ജീവിതാവസാനം വരെയും മെഡിസിൻ്റെ സപ്പോർട്ടോടുകൂടി അല്ലെങ്കിൽ ഇൻഹേലർ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു ജീവിതം മുന്നിൽ കാണുന്ന ഒരാൾക്ക് തീർച്ചയായും ഒരു 1-1.5 വർഷം ചികിത്സിച്ച് കഴിഞ്ഞാൽ ഏകദേശം ലൈഫ് ടൈമിലേക്ക് ട്രീറ്റ്മെന്റ് ഒരു നമ്മളൊരു ലോങ് ടേം ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് അവിടെ ചിന്തിക്കേണ്ടത്. തീർച്ചയായിട്ടും മാഡത്തിന്റെ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുക നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കുട്ടികളുടെ അലർജി രോഗങ്ങളെക്കുറിച്ച് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞു തന്നതിൽ ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം നിങ്ങൾക്കറിയാം. ടു ദ പ്രൊഡ്യൂസർ, ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.